നിനക്കൊന്നെന്നെ കെട്ടിപ്പിടിച്ചാൽ എന്താ സുമി? നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? ഇന്നെനിക്കൊരു മൂടില്ല. അല്ലെങ്കിൽ നീ എന്നാ ഇങ്ങോട്ട് താല്പര്യം കാണിച്ച് വന്നിട്ടുള്ളത്? ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് കുറവൊന്നുമില്ലല്ലോ. ഓ, അപ്പം ഞാൻ വരുന്നതാണ് കുറ്റം. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് ഉറക്കം വരുന്നു. രാവിലെ മുതൽ ഓടി നടന്ന് പണിയെടുത്ത് നടു ഒടിഞ്ഞ് മനുഷ്യൻ്റെ ഒന്ന് കിടന്നാൽ മതിയെന്ന് കരുതി വരുമ്പോഴാണ് അയാളൊരു കിന്നാരം. ഞാനും ജോലി ചെയ്ത് തളർന്ന് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. നിന്നെപ്പോലെ ഏതു നേരവും വയ്യേ വയ്യേ എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ വേദനയും ക്ഷീണവും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ ഓഫീസിൽ പോയാൽ മല മറിക്കണ പണിയല്ലേ? ആ AC-യിലിരുന്ന് കമ്പ്യൂട്ടറിൽ തോണ്ടലല്ലേ നിങ്ങളുടെ പണി. വിവരമില്ലാത്ത നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിനക്ക് നിന്റെ ജോലികൾ മാത്രമാണല്ലോ വലുത്. ആ, അങ്ങനെയാണെന്ന് കൂട്ടിക്കൂ. ശരി, സമ്മതിച്ചു. എങ്കിൽ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ എന്താ സുമി ഇങ്ങനെ? എങ്ങനെ? ഒന്നും ചെയ്യണ്ട, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നൂടെ? 10 വർഷം കെട്ടിപ്പിടിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? എനിക്കങ്ങ് വയ്യ. സുമി തിരിഞ്ഞു കിടന്നു. സുമി, ഞാനൊരു മനുഷ്യനാണ്, ആണാണ്. നിന്നെപ്പോലെ ആഗ്രഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ അല്ലെന്ന് ഞാനും പറയുന്നില്ല. നിനക്ക് തമാശയല്ലേ? രാത്രി കിടന്നുറങ്ങുന്നതിന് പകരം നിങ്ങളിത് എന്തൊക്കെ പിച്ചും പേയോ പറയുന്നത്? സുമി, എന്നെങ്കിലും നീ എൻ്റെ ആഗ്രഹം പോലെ നിന്നിട്ടുണ്ടോ? സെക്സിൽ നിനക്ക് മൂഡ് വരാൻ നീ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നീയോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ സ്നേഹത്തോടെ ശരീരത്തിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടുകയോ ചെയ്യാറില്ല. എല്ലാം അങ്ങോട്ട് മാത്രം മതി. നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നെങ്കിലെന്ന്, എന്നെ തഴുകി തലോടിയെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നീ ചെയ്യില്ല. ഇത് പറഞ്ഞപ്പോഴൊക്കെ നീ എന്നെ കളിയാക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വട്ടാ മനുഷ്യ. അല്ലെങ്കിൽ പിന്നെ ഇമ്മാതിരി വർത്താനം പറയുമോ? നാണാവുന്നില്ലേ നിങ്ങൾക്ക്? സുമിക്ക് അസഹ്യത തോന്നി. പുരുഷന്മാരാൽ സ്നേഹിക്കപ്പെടാനും ലാളനകൾ ഏറ്റുവാങ്ങാനും സ്ത്രീകൾ കൊതിക്കുന്നത് പോലെ പുരുഷന്മാർ തിരിച്ചു ആഗ്രഹിക്കും. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് ശല്യം. എന്തായാലും കൂടുതൽ പറഞ്ഞ് നിന്നെ ബോറടിപ്പിക്കുന്നില്ല. പുതപ്പ് തലവഴി പുതച്ച് സണ്ണി കണ്ണുകൾ അടച്ചു കിടന്നു. അത്രയും കേട്ടാണെങ്കിലും മനസ്സ് മാറി സുമി തന്നെ വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. അയാൾ നിരാശയോടെ കിടന്നുറങ്ങി. തുടർന്നുള്ള രാത്രികളിലും അത് തന്നെ ആവർത്തിച്ചു. ദാമ്പത്യ ജീവിതത്തിന് സുഖം തോന്നണമെങ്കിൽ ഭാര്യയും ഭർത്താവും അതിന് മനസ്സ് വയ്ക്കണം. ഇവിടെ താൻ മാത്രം മനസ്സ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഭാര്യയ്ക്ക് കൂടെ തന്നോട് താല്പര്യം തോന്നണ്ടേ എന്നയാൾ ചിന്തിച്ചു. വിരസമായ കുറേ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ജോലിക്ക് പോയി രാത്രി മടങ്ങി വരുന്ന അയാൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഭാര്യയുടെ അടുത്ത് പോയി ഓഫീസിലെ വിശേഷങ്ങൾ പറയാൻ ശ്രമിക്കും. ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവൾ മൂളി കേൾക്കുമ്പോൾ അയാൾക്ക് തന്നെ മടുപ്പ് തോന്നും. താൻ എന്തെങ്കിലും സഹായിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്താലേ ശരിയാവൂ, നിങ്ങൾ ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് സുമി അയാളെ അവഗണിക്കും. ഇത്രയൊക്കെ ആയപ്പോൾ സണ്ണിക്ക് മടുപ്പായി. സുമിക്ക് അവളുടെ ഇഷ്ടത്തിന് അവളുടേതായ ലോകത്ത് ജീവിക്കണം. മക്കളെ നോക്കി വീട്ടുജോലി ചെയ്ത് അവൾ കഴിഞ്ഞുകൂടി. അവർക്കെല്ലാം മുറ പോലെ ചെയ്തു കൊടുക്കാൻ അയാൾക്ക് ജോലിക്ക് പോകണം. ശമ്പളം കിട്ടുമ്പോൾ തൻ്റെ ചിലവിനുള്ളതെടുത്തിട്ട് ബാക്കി അയാൾ ഭാര്യയ്ക്ക് കൊടുക്കും. സുമിക്ക് അയാളിൽ നിന്ന് വേണ്ടത് അത്രമാത്രമാണ്. വീട്ടിലെത്തിയാൽ മക്കൾ പഠിക്കാനിരിക്കും. ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നതിനാൽ സണ്ണിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന അയാൾ പതിയെ എല്ലാത്തിലും സജീവമായി. ആ ലോകത്ത് സണ്ണിക്ക് പെൺ സുഹൃത്തുക്കളെ കിട്ടി. തന്നെ മനസ്സിലാക്കുന്ന ഒത്തിരി പേര്. അതിൽ ഒരുവളോട് സണ്ണിക്ക് പ്രണയവും തോന്നി. അവൾക്ക് തിരിച്ചു. ഇരുവരും പരസ്പരം നന്നായി അടുത്തു. ശരീരം പങ്കുവെക്കുന്ന തലത്തിൽ ആ ബന്ധം വളർന്നു. തന്നെ വേണ്ടാത്ത ഭാര്യയെ മെല്ലെ മെല്ലെ സണ്ണി മറന്നു. തനിക്കായി ഒരുവളെ കിട്ടിയപ്പോൾ ഭാര്യയുമായുള്ള ശാരീരിക ബന്ധവും നിന്നു. പഴയതുപോലെ പരാതി പറച്ചിലോ പരിഭവമോ ഒന്നുമില്ലാതെ സണ്ണി സ്വന്തം കാര്യം നോക്കി ഫോണിൽ തോണ്ടി കിടന്നുറങ്ങുന്നത് സുമിയെ ബാധിച്ചു തുടങ്ങി. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ? പഴയ അടുപ്പമില്ല. ഇപ്പോൾ ഏത് നേരവും ഫോണിൽ തോണ്ടിയിരിപ്പാണ് എന്ന് പറഞ്ഞ് അവൾ പരാതി പറച്ചിൽ തുടങ്ങി. സണ്ണി അതിനൊന്നും കാര്യമായി പ്രസക്തി നൽകിയില്ല. അതവൻ കേട്ടമട്ട് കാണിച്ചുമില്ല. ഒരിക്കൽ സുമി കാണിച്ച അവഗണനയും അകൽച്ചയും തിരികെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് സണ്ണി അനുഭവിച്ച വിഷമം അവൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഒത്തിരി വൈകിപ്പോയി. സണ്ണി പൂർണ്ണമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാര്യയിൽ നിന്ന് അകന്നു പോയിരുന്നു. ഇനിയൊന്നും പഴയതുപോലെ ആവില്ല. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണം. കൊടുക്കേണ്ട സ്നേഹവും കരുതലും പങ്കാളിക്ക് പറയാനുള്ളതും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരും മാറും. പിന്നെയുള്ള ജീവിതം വെറും കടമ തീർക്കാൻ മാത്രമായി പോകും. നമുക്കിപ്പോൾ പരാതി മാത്രമേ പറയാനുള്ളൂ. ഇടയ്ക്കിടെ ഇരുവരും അതേ ചൊല്ലി വഴക്കാവും.
വീട്ടിൽ സമാധാനം കിട്ടാതെ പല രാത്രികളിലും അയാൾ കാമുകിയുടെ ഫ്ളാറ്റിൽ അന്തി ഉറങ്ങി. അയാൾ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ സുമി പരാതി പറയൽ നിർത്തി. ഒന്നുമില്ലെങ്കിലും അയാൾ വീട്ടിലെങ്കിലും ഉണ്ടാകുമല്ലോ എന്നോർത്ത് സമാധാനിച്ചു അവൾ. ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന രാത്രികളിൽ ഭർത്താവിൻ്റെ ഒരു ചേർത്ത് പിടിക്കലും തലോടലും സുമി ആഗ്രഹിക്കും. ആഗ്രഹം മനസ്സിലിട്ട് കുഴിച്ചു മൂടി കണ്ണീരോടെ അവൾ നേരം വെളുപ്പിക്കും. ഒരു കട്ടിലിൻ്റെ ഇരുവശത്തുമായി മക്കൾക്ക് വേണ്ടി രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം തള്ളി നീക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.